മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. എനിക്ക് വളരെ മോശം പ്രവൃത്തിയായി തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ചു മുമ്പ് ലക്ഷ്മി ആര്യനോട് പറയുന്നുണ്ട് ആ ഒരു പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്, അത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആ പാത്രം കഴുകി വെക്കണമെന്ന്. ആര്യൻ നോക്കുമ്പം അതിൽ 1-2 ഉരുള ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ആര്യൻ കുറച്ച് ചിക്കൻ കറിയുടെ ചാറും ഒരു ചിക്കൻ പീസും കൂടി ആ ചോറിലേക്കിട്ട് കഴിക്കാൻ വേണ്ടി നോക്കും. ഇത് കാണുന്ന ലക്ഷ്മി ഇരുന്നിടത്തുനിന്ന് നേരെ ആര്യൻ്റെ അടുത്തേക്ക് വന്ന് കഴിക്കാൻ വായിലേക്ക് കൊണ്ടുവന്ന ആ ഫുഡും കൂടി തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് ലക്ഷ്മി ആര്യനോട് ദേഷ്യപ്പെടുകയാണ്. റേഷൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളതാണ്, വെറുതെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യൻ കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ഉരുള വായി വരെ കൊണ്ടുവന്നപ്പോഴാണ് ലക്ഷ്മി ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, കഴിക്കുന്ന ഫുഡ് അങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ പാടില്ല, അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ലക്ഷ്മി അത് സമ്മതിക്കുന്നില്ല. തട്ടിപ്പറിച്ച് ആ പാത്രം എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഓൾറെഡി അതിലിരുന്ന ചോറിൽ ചിക്കൻ്റെ ഗ്രേവിയും പീസും ഇട്ട് ആര്യൻ ഇളക്കിയിരുന്നു. പ്ലെയിൻ ചോറാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, കറി ഇട്ട് ഇളക്കിയ ചോറ് തിരിച്ച് ആര്യന് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ ലക്ഷ്മി ചൊട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. ആ കറി ഇട്ട് പുരട്ടിയ ചോറ് ഒരു ബൗളിലേക്ക് മാറ്റി ലക്ഷ്മി തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആര്യനോട് പറയുന്നത് ഇത് രാത്രി ചൂടാക്കി നിനക്ക് തന്നെ തരും, എങ്കിലും ഇപ്പോൾ തരില്ല. ഉടനെ ലക്ഷ്മിക്ക് സപ്പോർട്ടായി ഷാനവാസും വരുന്നുണ്ട്. അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഷാനവാസ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ലക്ഷ്മിയോട് പറയാൻ നീ ആരാ, എല്ലാവർക്കും ചിക്കൻ പീസ് കൃത്യമാണ്, ഇവനൊരു ചിക്കൻ പീസ് ഇപ്പോൾ എക്സ്ട്രാ എടുത്താൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിച്ച് ഷാനവാസും ദേഷ്യപ്പെടുന്നു. ആര്യൻ ചിക്കൻ പീസ് എടുത്തത് തെറ്റാണ്, എല്ലാവർക്കും ഈക്വലായി തന്നെ കൊടുക്കണം. പക്ഷേ ഒരാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉരുള ഉരുട്ടി വാ വരെ എത്തുമ്പോഴേക്കും തട്ടിപ്പറിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഒരു പീസ് എടുത്തുപോയി, അതും വളരെ ചെറിയൊരു പീസാണ്. അതും പോരെങ്കിൽ രാത്രി ആര്യന് ചിക്കൻ കറി കൊടുക്കുന്ന സമയത്ത് ഒരു പീസ് കുറച്ച് കൊടുത്താൽ മതി. അതൊന്നും ചെയ്യാതെ കഴിച്ച ചോറ് തട്ടിപ്പറിച്ച് ആ കുഴച്ച് വെച്ച ചോറ് അതേപടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയാണ്. രാത്രി നിനക്ക് തന്നെ ചൂടാക്കി തരുമെന്ന് പറഞ്ഞ് അനുമോള് അപ്പം തന്നെ അത് എതിർത്ത് സംസാരിച്ചു. എന്നിട്ട് അനുമോൾ ആര്യനോടും പറയുന്നുണ്ട് അത്രയും ചോറ് വേസ്റ്റ് ആക്കണ്ട എന്ന് നീ കരുതിയത് നല്ല കാര്യം, നിനക്കതിൽ ചാറൊഴിച്ച് കഴിക്കാമായിരുന്നു, പീസ് ഇട്ടതാണ് തെറ്റായിപ്പോയത്. പക്ഷേ ലക്ഷ്മിയുടെ ആ സ്വഭാവം എനിക്കിഷ്ടപ്പെട്ടില്ല. അതിപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും അവളൊരു ബോസി ടൈപ്പാണ്, അവളിപ്പോഴും പ്രിൻസിപ്പാളിനെ പോലെയാണ് കളിക്കുന്നതെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്തായാലും ഷാനവാസ് മാത്രമാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യമായതുകൊണ്ടാണോ എന്നറിയില്ല, ബാക്കി എല്ലാവരും ആര്യനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. ചിക്കൻ പീസ് എല്ലാവർക്കും ഈക്വലായി കിട്ടണം, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വാദിക്കുന്ന ഈ ലക്ഷ്മി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കിൽ കൊണ്ടുവന്ന മട്ടൻ കറിയിൽ നിന്നും ആരും കാണാതെ മൂന്നാമതൊരു പീസ് എടുത്തത്. എന്നിട്ട് വളരെ അഭിമാനത്തോടു കൂടി ലാലേട്ടന് മുമ്പിൽ വെച്ച് ലക്ഷ്മി തന്നെ അത് അംഗീകരിച്ചു. അങ്ങനെ പലരും അന്ന് 3 പീസ് എടുത്തത് കൊണ്ട് അവസാനം കഴിക്കാൻ വന്നവർക്ക് ഓരോ പീസ് വീതമാണ് കിട്ടിയത്. അപ്പോൾ എവിടെ പോയി ഈക്വാലിറ്റി? ലക്ഷ്മി ഈ ചെയ്തൊരു കാര്യം വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കൂടുതലായി അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.